സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് 2026 ജനുവരി മാസത്തെ പോയിന്റ്സ് ആണ്. നോക്കൂ, ഇത് 2026 CA ക്ലാസിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇതുവരെ എടുത്ത 2 ക്ലാസ്സുകൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം. നമ്മളൊരു പുതിയ പ്ലേലിസ്റ്റ് 2026 CAക്ക് വേണ്ടി മാത്രം തുടങ്ങിയിട്ടുണ്ട്. 2025 CAക്ക് വേണ്ടി മറ്റൊരു പ്ലേലിസ്റ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ്. തീർച്ചയായിട്ടും കൂട്ടുകാർ അത് രണ്ടും കാണണം കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ പ്രധാനപ്പെട്ട PDF. അപ്പൊ നിങ്ങൾക്ക് PDF കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. കുറച്ച് കാര്യങ്ങൾ രസമായിട്ട് പഠിക്കാം. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് അടിക്കുക, അഭിപ്രായം കമന്റ് ചെയ്യുക. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? 40ാമത്തെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ചുമതലയേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ജസ്റ്റിസ് സൗമൻ സെൻ കേട്ടോ, സോമൻ അല്ല, സൗമൻ എന്നാണ് എഴുതുക. നമ്മുടെ നാട്ടുകാരനല്ല, അപ്പൊ പേര് കേൾക്കുന്നത് മനസ്സിലാവും. ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ ചീഫ് ജസ്റ്റിസ്. നോക്കൂ, ചിലപ്പോൾ സംഖ്യ ചോദിക്കാം. അപ്പൊ അതിനു മുമ്പ് 39ാമത്തെ ആൾ ആരായിരുന്നു? നിങ്ങൾക്ക് അറിയാമല്ലോ. ഇദ്ദേഹത്തിന് മുമ്പ് ആരായിരുന്നു? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്, ഞാനത് പറയുന്നില്ല, കാരണം നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. അറിയുന്ന കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്ത് പോവുക കേട്ടോ. ഇതിനു മുമ്പ് ആരായിരുന്നു? അപ്പൊ 40ാമത്. ഇങ്ങനെ കമന്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ആക്റ്റീവായിട്ട് പഠിക്കും. എനിക്കും നിങ്ങളെ കമന്റ് കാണുമ്പോൾ പഠിപ്പിക്കാൻ തോന്നും. അപ്പൊ ജസ്റ്റിസ് സൗമൻ സെൻ, സൗമൻ അല്ലെ, ഒരു സൗമ്യനായ മനുഷ്യൻ. കേരള ഹൈക്കോടതിയിൽ ഇനി എന്തെങ്കിലും കേസൊക്കെ വരുമ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് വരുമ്പോൾ ഒരു സൗമ്യനായ മനുഷ്യനാണെന്ന് ആലോചിച്ച് വെക്കുക. ജോലി കിട്ടുന്നവരെ നമുക്ക് തൽക്കാലം അങ്ങനെ പഠിക്കാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന വസ്തുക്കൾ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ തീ അണയ്ക്കൽ അടക്കമുള്ള രക്ഷാ ദൗത്യങ്ങൾ നടപ്പാക്കാനും ലക്ഷ്യമിട്ട് തീരദേശ സേനയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു കപ്പലുണ്ട്. നോക്കൂ, നല്ലൊരു അടിപൊളി ഉപയോഗമാണ് അല്ലെ. അതായത് കടലിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കടലിനകത്തുള്ള ഒരുപാട് വസ്തുക്കളിലെ ഇപ്പം വേസ്റ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മുടെ സേന പുതുതായി നിർമ്മിച്ചൊരു കപ്പലാണ് ICGS സമുദ്ര പ്രതാപ്. സമുദ്രത്തിന്റെ പ്രതാപം വീണ്ടും നമുക്ക് എന്താക്കണം? തിരിച്ചു പിടിക്കണം. സമുദ്രത്തിലെ പ്രതാപിയായി ഇങ്ങനെ നിൽക്കുന്നു. ആരാണ്? സമുദ്ര പ്രതാപ്. നിങ്ങളുടെ മനസ്സിൽ വരുമോ ആ കൺസെപ്റ്റ്? കിട്ടോ? നോക്കൂ, ICGS സമുദ്ര പ്രതാപ്. ഇവിടെ അതിന്റെ ഒരു പത്രക്കട്ടിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കാം. കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാവുന്ന വസ്തുക്കൾ നീക്കാനും തീ അണയ്ക്കൽ അടക്കം രക്ഷാദൗത്യങ്ങൾ നടപ്പാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഏത് വരുന്നത്? ICGS സമുദ്ര പ്രതാപ്. നോക്കൂ, ആരാണിത് കമ്മീഷൻ ചെയ്തത്? നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ഇത് എവിടെയാണ് നിർമ്മിച്ചത് ചോദിക്കാം. ഗോവൻ ഷിപ്പ്യാർഡിലാണ് കേട്ടോ. അപ്പൊ ഗോവ ഷിപ്പ്യാർഡിലാണ് ഇത് നിർമ്മിച്ചത്. ഇത് നിലവില് കൊച്ചി തീരദേശ സേനയുടെ കീഴിലായിരിക്കും പ്രവർത്തിക്കുക കേട്ടോ. അപ്പൊ കൊച്ചി തീരദേശ സേനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗോവൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന നമ്മുടെ പ്രതിരോധ മന്ത്രി കമ്മീഷൻ ചെയ്ത പുതിയൊരു കപ്പൽ ഏതാണ്? നന്നായിട്ട് ശ്രദ്ധിച്ചു പഠിക്കുക. ICGS സമുദ്ര പ്രതാപ്. കൺസെപ്റ്റ് കിട്ടുമല്ലോ. നോക്കൂ, അടിപൊളി ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി അധിഷ്ഠിത AI ക്ലിനിക്ക്. AI യുഗമല്ലേ, എല്ലാവരും ഇപ്പൊ AI വെച്ച് നിങ്ങളെ ഫോട്ടോസ് അങ്ങനെ മാറ്റുന്ന ഒരു സമയമായിരിക്കും അല്ലെ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി അധിഷ്ഠിത AI ക്ലിനിക്ക് ഏതാണ്? GIMS നോയിഡയിലാണ്. നോ ഐഡിയ എന്നല്ലോക്കുക. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് AI ആണ്. ഒരു ഐഡിയ ഇല്ല. അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നോ ഐഡിയ. ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് മുമ്പ് ഒരു പരസ്യമല്ലേനോ? അതുപോലെ ആലോചിക്കുക. AI എന്ന് കേൾക്കുമ്പോൾ ക്ലിനിക്ക് പോകുന്നു. നോ ഐഡിയ AI ക്ലിനിക്ക് ഹോസ്പിറ്റൽ നോയിഡ GIMS നോയിഡ. ആ നോയിഡ കിട്ടണേ. അതുപോലെ തന്നെ സമുദ്രത്തിലെ പ്രതാപി ആലോചിക്കുക. സമുദ്രത്തിലെ കംപ്ലീറ്റ് കാര്യങ്ങളിലെ ഭീഷണിയാവുന്ന വസ്തുക്കളൊക്കെ നീക്കാനും തീ അണയ്ക്കാനൊക്കെ ആര് വരുന്നു? സമുദ്ര പ്രതാപ്. നമ്മുടെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ പേരെന്തായിരുന്നു പിള്ളേരെ? അല്ലെ, ഒരു സൗമ്യനായ മനുഷ്യൻ അല്ലെ, സൗമൻ സെൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഇപ്പൊ കപ്പലിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് മറ്റൊരു കപ്പലിന്റെ ചോദ്യം. ആണികളില്ലാതെ പലകകൾ തുന്നിക്കെട്ടി പുരാതന രീതി ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച INS-V. നോക്കണേ, കൗണ്ഡിന്യ. മറ്റൊരു പേര്. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? സമുദ്ര പ്രതാപ്. അടുത്തത്
കൗണ്ടിന്യ, കൗണ്ട് ഡൗൺ തുടങ്ങിയതൊക്കെ പറയില്ലേ, ഇതെന്നാൽ പണ്ട് കാലത്തെ രീതിയിലേക്കുള്ള നമ്മുടെ ഒരു കപ്പൽ, ഒരു ഷിപ്പ്, കൗണ്ടിന്യ മനസ്സിലേക്ക് പേര് കയറ്റിക്കേ, കൗണ്ടിന്യ അല്ലെ. നമ്മൾ പണ്ട് കാലത്തെ പുരാതന കാലം ആലോചിക്കുക, കൗഡില്യന്റെ ഒക്കെ കാലഘട്ടം അല്ലെ, പണ്ട് ചരിത്രം പറയില്ലേ, അതുപോലെ കൗണ്ടിന്യ കിട്ടൂലേ? കിട്ടണം. ഞാൻ അത് പറയാം. എന്താണ് ആ പോയിന്റ്? ഈ ഒരു INS കൗണ്ടിന്യ, INSV കൗണ്ടിന്യാണേ. INSV കൗണ്ടിന്യ എന്ന കപ്പൽ നിർമ്മിച്ച ഒരു മലയാളി ശില്പിയുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി, അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഒരുപാട് ഈ മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്, ബാബു ശങ്കരനാണ്. അപ്പൊ ബാബു ശങ്കരേട്ടൻ നിർമ്മിച്ചതാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇതിന്റെ ശില്പി. എന്ത്? INSV കൗണ്ടിന്യ. ബാബു ശങ്കരൻ കിട്ടുവോ? കിട്ടണം. നോക്കൂ, ഇതിന്റെ പ്രത്യേകത തേങ്ങാനാര്, അതുപോലെ തന്നെ നമ്മുടെ നാരില്ലേ, കയറ്, പ്രകൃതിദത്ത പശകള്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മരപ്പലകൾ തമ്മിൽ നമ്മളെ ഉരു നിർമ്മാണമൊക്കെ, ബേപ്പൂരൊക്കെ വളരെ ഫേമസ് അല്ലേടാ. അപ്പൊ അത്തരത്തിൽ കേരളത്തിൽ നിങ്ങൾക്ക് നോക്കൂ, പുരാതന കാലത്തുള്ള ഈ ഒരു രീതിയിലേക്ക് ഇങ്ങനൊരു ഷിപ്പ് 5-ാം നൂറ്റാണ്ടിലെ കപ്പൽ നിർമ്മാണ രീതി വീണ്ടും കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമായത് കേട്ടോ. ഇത് ആക്ച്വലി നിർമ്മിച്ചത് ഗോവയിലെ ദീവാരു ദ്വീപ് എന്നാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മലയാളിയുടെ പേരെന്താണ്? ബാബു ശങ്കരൻ അല്ലെ. നോക്കൂ, നല്ലൊരു പോയിന്റ് ആണ്. ബാബു ശങ്കരൻ കൗണ്ടിന്യ കിട്ടുമല്ലോ. ഇതിനെക്കുറിച്ച് കാണാനൊക്കെ ഒരു കൗതുകം ഉണ്ട്, അതുകൊണ്ട് ഞാൻ പത്രത്തിലെ കട്ടിങ് കൊടുത്താണ്. നോക്കൂ, ഇത് നമ്മുടെ മസ്കറ്റ് അല്ലെങ്കിൽ ഒമാൻ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, ആ ഒമാനിൽ നിന്നും അവിടേക്ക് യാത്ര തിരിച്ചു. എവിടുന്നാണ്? നമ്മുടെ ഗുജറാത്തിലെ പോർബന്തറിൽ നിന്നും മസ്കറ്റിലേക്ക്, ഒമാനിലെ മസ്കറ്റിലേക്കാണ് ഇതിന്റെ ആദ്യ യാത്ര പോയത്. അപ്പൊ നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടോ ഇത് പോവെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ചിലരെങ്കിലും? അപ്പൊ പണ്ട് കാലത്ത് ഇങ്ങനെയല്ലേ സഞ്ചരിച്ചോടാ നമ്മൾ. വാസ്കോ ഡ ഗാമ ഇങ്ങോട്ട് വന്ന കഥകൾ പറയാറില്ലേ? ഒരു ചോദിക്കട്ടെ, വാസ്കോ ഡ ഗാമ എന്നായിരുന്നു അല്ലെ ഒരു യൂറോപ്യൻ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയെ തന്നെ കാലുകുത്തുന്നത്? ആ ഡേറ്റ്, വർഷം വിത്ത് ഡേറ്റ് ഒന്ന് കമന്റ് ചെയ്ത്, ചുമ്മാ എല്ലാവർക്കും അറിയാം. അപ്പൊ അത് ഈ കമന്റ് നോക്കി എല്ലാവർക്കും കിട്ടും. നിങ്ങൾ അറിയോ നോക്കട്ടെ. കാരണം വാസ്കോ ഡ ഗാമ വന്ന ആ ഒരു ഡേറ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കപ്പലിന്റെ പേര്. അപ്പൊ ഒരു കപ്പലിന്റെ ആ ഒരു വ്യൂഹം മൊത്തം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള ചരിത്രത്തിന്റെ ക്ലാസ് പോയി കണ്ടാൽ പിള്ളേരെ വാസ്കോ ഡ ഗാമ വന്ന കപ്പൽ ഏതാണ് ഒക്കെ എന്റെ നാവിന്റെ തുമ്പത്തിന്റെ നമുക്ക് അറിയാം. അതൊന്ന് കമന്റ് ചെയ്തേ. കവയത്രി സുഗതകുമാരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 2026 സുഗതകുമാരി സംസ്ഥാന പുരസ്കാരത്തിന് അർഹത നേടിയത്. നോക്കൂ, സുഗതകുമാരി ടീച്ചറിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം. അപ്പൊ സുഗതകുമാരി സംസ്ഥാന പുരസ്കാരം, സുഗതകുമാരി ടീച്ചറിന്റെ പേരിൽ 2026 സംസ്ഥാന പുരസ്കാരം കിട്ടിയത് പ്രഭാവർമ്മയ്ക്കാണ്. കവിയാണല്ലോ. പ്രഭാവർമ്മയുടെ കൃതി രൗദ്രസ്വാത്തികം. ഏതാ കൃതി? രൗദ്രസ്വാത്തികം പഠിച്ചു വെക്കണേ. സുഗതകുമാരി, പ്രഭാവർമ്മ, രൗദ്രസ്വാത്തികം അല്ലെ. ഈ സുഗതകുമാരി ടീച്ചർ പ്രഭാതത്തിൽ എണീറ്റ് കഴിഞ്ഞാൽ ഒരു രൗദ്ര സ്വഭാവമാണ്, ഇല്ലെങ്കിൽ പാവമാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. സുഗതകുമാരി ടീച്ചറെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയൊക്കെയായിരുന്നു സുഗതകുമാരി ടീച്ചർ. ടീച്ചറെ കുറിച്ചുള്ള വിശദമായ ക്ലാസ് ഒക്കെ ഞാൻ മുമ്പ്, ടീച്ചർ മരണപ്പെട്ട സമയത്ത് 4-5 വർഷം മുമ്പൊക്കെ യൂട്യൂബിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ടീച്ചറുടെ കൃതികളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു തമാശയായിട്ട് നിങ്ങൾ ആലോചിക്കുക. സുഗതകുമാരി ടീച്ചർ പ്രഭാതത്തിൽ എങ്ങാൻ എണീറ്റ് കഴിഞ്ഞാൽ അല്ലെ, ടീച്ചറുടെ സ്വഭാവം ഒരു രൗദ്ര സ്വഭാവമായിരിക്കും. അപ്പൊ പ്രഭാതം, സുഗതകുമാരി, രൗദ്രം, അവിടെ കണക്ഷൻ വേണമെങ്കിൽ ആലോചിക്കാം ആവശ്യമുള്ളവർ. ഇനി ഫെഡറൽ ബാങ്കിലേക്ക് ഒന്ന് പോയാലോ? നോക്കൂ, ഫെഡറൽ ബാങ്കിലേക്ക് പോകുന്നത് നമ്മുടെ മരണപ്പെട്ടു പോയ MT ആണെന്ന് ആലോചിക്കാം. ശ്രീകുമാർ അല്ലെ, ശ്രീകുമാരനായിട്ടുള്ള MT ഫെഡറൽ ബാങ്കിൽ പോയി. ശ്രീ എന്ന് പറയാറില്ലേ? ശ്രീ ഷഹനാദ് അല്ലെ, ശ്രീ പ്രഭാവർമ്മ, ശ്രീ നിങ്ങളുടെ പേരൊക്കെ ഉപയോഗിക്കല്ലേ. അപ്പൊ ശ്രീകുമാരനായിരുന്ന സമയത്ത് MT ഫെഡറൽ ബാങ്കിൽ പോയിരുന്നു. അപ്പൊ നോക്കൂ, ശ്രീകുമാർ MT വാസുദേവൻ നായർ എന്ന് പറഞ്ഞ കൃതിക്ക് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം കിട്ടി. നോക്കൂ, സുഗതകുമാരി ടീച്ചറുടെ പുരസ്കാരം എങ്ങനെയാണ്? പ്രഭാതത്തിൽ വരുമ്പോൾ രൗദ്ര സ്വഭാവമാണ് ടീച്ചർക്ക്. പഠിക്കാൻ വേണ്ടിയിട്ടാണേ. അങ്ങനെയാണെങ്കിൽ ഫെഡറൽ ബാങ്കിൽ പോയത് ശ്രീകുമാരനായ സമയത്ത് MT. നോക്കൂ, ശ്രീകുമാരൻ തമ്പി സാറല്ലോ കേട്ടോ, ഇത് വേറെ ആളാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ കെ ശ്രീകുമാർ MT വാസുദേവൻ നായർ എന്ന് പറഞ്ഞ കൃതിക്ക് സംസ്ഥാന സർക്കാരിന്റെ 2026 ഹരിവരാസനം പുരസ്കാരം. മക്കളെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പുരസ്കാരമാണ്. PSC പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന പുരസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള വകുപ്പുണ്ട് കേട്ടോ. ഒക്കെ പഠിച്ചോളുക. തിരുവിഴ ജയശങ്കർ സാറാണ്. തിരുവിഴ ജയശങ്കർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. നാഗസ്വര വിദ്വാനാണ്.
അപ്പൊ നാഗസ്വരത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കലാ സാഹിത്യ സാംസ്കാരിക മേഖല പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ നാഗസ്വര വിദ്വാൻ നോക്കൂ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന നാഗസ്വര വിദ്വാനാണ് തിരുവിഴ ജയശങ്കർ. തിരുവിഴ ജയശങ്കർ. ഹരിവരാസനം. ഹരിവരാസനം പുരസ്കാരം എന്ന് കേൾക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ഹരിവരാസനം. നോക്കൂ, കേരള സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടി നൽകുന്ന ഒരു പുരസ്കാരമാണ്. ഇത് ആദ്യം നൽകിയത് 2012 അതാണ് ഹരിവരാസനം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ദാസരനല്ലേ ആലോചിക്കുക, KJ യേശുദാസിനെ 2012. മക്കളെ, ഇതൊരു 3-4 വർഷം മുമ്പ് വരെ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ പുരസ്കാരവും വള്ളത്തോൾ പോലെയൊക്കെ ഹരിവരാസനം ചോദിക്കാറുണ്ട് എപ്പോഴും. അതുകൊണ്ട് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ വർഷം 2025 കൈതപ്രത്തിനായിരുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാറിനായിരുന്നു 2025 ഹരിവരാസനം. നോട്ട് ചെയ്ത് വെക്കണം. 2025 കൈതപ്രം, 26 തിരുവിഴ ജയശങ്കർ. ഹരിവരാസനം എന്ന് കേൾക്കുമ്പോൾ തിരുവിഴ ജയശങ്കർ. തിരുവിഴ ജയശങ്കർ നാഗസ്വര വിദ്വാൻ. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നാഗസ്വര വിദ്വാനാണ്. 1 ലക്ഷം രൂപയാണ് ഇതിന്റെ ഒരു സമ്മാന തുക. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടുകൂടി DC ബുക്സ് 2026 നടത്തിയ ഒരു വലിയ ഇവന്റ് ആയിരുന്നു KLF അല്ലെ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 9ാമത് പതിപ്പ്, അടുത്ത വർഷം 10ാമതാണ്. 9ാമത് പതിപ്പ് ഈ പ്രാവശ്യം ഉദ്ഘാടനം ചെയ്ത അല്ലെങ്കിൽ മുഖ്യ അതിഥി പ്രധാനപ്പെട്ട വ്യക്തി അല്ലെ ആരായിരുന്നു ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളത് സുനിത വില്യംസ് ആണ്. ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഇന്ത്യൻ വംശജയായിട്ടുള്ള ബഹിരാകാശ സഞ്ചാരി മാഡം സുനിത വില്യംസ്. ഞാൻ അവരെ കുറച്ച് ദൂരെ അടുത്ത് കണ്ടിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുക്കണമൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായി, നടന്നില്ല. എന്താണെങ്കിലും കോഴിക്കോടുകാരെല്ലാവരും മിക്കവാറും പോയി കണ്ടിട്ടുണ്ടാവും. ഒരുപാട് സന്തോഷം തോന്നിയ, ജീവിതത്തിൽ എന്താ പറയുക, അത്രയ്ക്കൊരു അഭിമാനമൊക്കെ തോന്നിയ ഒരു നിമിഷമായിരുന്നു. മാഡത്തിനൊന്ന് കാണാൻ പറ്റിയല്ലോ. നമ്മുടെ ഈ ഒരു പ്രായത്തിനിടയിൽ ഇത്തരത്തിലുള്ള നേട്ടം നേടിയ ആളുകളൊക്കെ നേരിട്ട് കാണാൻ കിട്ടുന്ന അവസരം ഒരുവിധപ്പെട്ട മലയാളികളൊക്കെ വന്ന് കണ്ടിരുന്നു. വലിയ തിരക്കായിരുന്നു അല്ലേ. അപ്പോൾ കോഴിക്കോടാണ് ഈ പ്രാവശ്യം പരിപാടി നടന്ന സമയത്ത് മാഡം വന്നത്. സുനിത വില്യംസ്, മറക്കരുത്, KLF വന്നിട്ടോ. 2026 ജനുവരി 22 മുതൽ 25 വരെയായിരുന്നു ഇവന്റ്. ജസ്റ്റ് നിങ്ങൾ ആ ഇവന്റിന്റെ ഡീറ്റെയിൽ പഠിക്കേണ്ട, മാഡത്തിന്റെ പേരൊന്ന് നോട്ട് ചെയ്തേക്ക്, സുനിത വില്യംസ് കേട്ടോ. അവിടെ ഒരു എക്സ്ട്രാ പോയിന്റ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. KLFനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഉദ്ഘാടനം ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസും സുനിത വില്യംസും ചേർന്ന് നടത്തി. ഒരു നല്ലൊരു പോയിന്റ് പറയാം. 2026 KLFന്റെ മേളയില് അതിഥി രാജ്യം ഏതായിരുന്നു എന്ന് ചോദിക്കാം. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ജർമ്മനിയാണ്. PDF ഞാൻ കൊടുത്തില്ല, പക്ഷേ പത്രക്കട്ടിങ്ങിൽ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഫാക്റ്റിൽ കാണാം ജർമ്മനി കേട്ടോ. പ്രകാശ് രാജ്, ഭാവന, അങ്ങനെ ഒരുപാട് പേര് അതിഥികളായി വന്നിരുന്നു. അതിലുള്ള ലിസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അവിടെ ഒരു എക്സ്ട്രാ ഒരു നല്ലൊരു പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ പ്രാവശ്യം KLFല് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തിറക്കിയ പുതിയ മലയാളം ഫോണ്ടാണ് തസ്രാക്ക്. എന്താണ്? ഖസാക്കിന്റെ ഇതിഹാസത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മലയാളത്തിൽ പുതുതായി വന്നൊരു ഫോണ്ടാണ് തസ്രാക്ക്. എന്താണ് തസ്രാക്ക്? തസ്രാക്ക്, ഖസാക്ക് എന്നുള്ളത് തസ്രാക്ക്, ഒരു വെറൈറ്റി അല്ലേ? തസ്രാക്ക് പഠിച്ചു വെച്ചേക്കുക. ഒരു ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആയതുകൊണ്ട് പരസ്യമായിട്ടൊന്നും കരുതണ്ട. ഇത്രയും നേരം ക്ലാസ് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മോർണിംഗ് ബാച്ച് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഇങ്ങനെ വെറുതെ പഠിച്ചു പോരുത്. ഇപ്പോൾ ഇത് റെക്കോർഡ് ക്ലാസ് ആണ്, ഞാൻ ഒരു പ്രാവശ്യം പറയത്തുള്ളൂ. ഓരോ പോയിന്റുകളും ആവർത്തിച്ച് ഇപ്പൊ എത്ര പ്രാവശ്യം കേൾക്കാൻ പറ്റും അത്രയും കേൾക്കുക. യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ്സുകൾ, ഇതിന്റെ ഒക്കെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് കിട്ടും. എന്നാൽ ടെലഗ്രാം ചാനൽ അല്ലാതെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ടെലഗ്രാമിൽ തന്നെ നമ്മൾ പെയ്ഡ് ആയിട്ട് രാവിലെ 5:30, 6 മണി ആ സമയത്ത് എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടാവും. ഞാൻ തന്നെ എടുക്കും. കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഉണ്ടാവും എല്ലാ ദിവസവും, എന്ന് പറഞ്ഞാൽ തിങ്കൾ മുതൽ വെള്ളി വരെ. താല്പര്യമുള്ളവർക്കെല്ലാം ജോയിൻ ചെയ്യാം. ഈ പറയുന്ന സൺഡേ എക്സാം ഉണ്ടാവും, റിവിഷൻ ആയിരിക്കും. മാക്സിമം പറഞ്ഞ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് മുഴുവൻ ക്ലാസ് എടുക്കുക. ഒരു 6 മാസത്തെ കോഴ്സാണ്. മാസം ഒരു 60-65 രൂപയൊക്കെയാണ് നിങ്ങൾക്ക് വരിക. അപ്പൊ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം. ഇത് ഫെബ്രുവരി 16 തീയതി തിങ്കളാഴ്ച രാവിലെ തുടങ്ങും. നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് കാണുന്നത് അപ്പോൾ ഒരു മാസത്തേക്ക് അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ആണ്, തുടർച്ചയൊന്നുമില്ല. നിങ്ങൾ വരുന്ന സമയം മുതലുള്ള പഠിച്ചാൽ മതി. ഓൾഡ് ക്ലാസിന്റെ റെക്കോർഡും PDF എല്ലാം കിട്ടും. PDF മൊത്തം പ്രതീക്ഷ ആരും വരരുത്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ബാച്ച് ആരംഭിച്ചു. വർഷം അവസാനം ആകുമ്പോഴേക്ക് നമ്മുടെ ബാച്ച് അതിന്റെ ഒരു കൃത്യമായ ഓർഡറിലേക്ക് പോയില്ല. തുടക്കത്തിൽ ഗംഭീരമായിരുന്നു കറണ്ട് അഫയേഴ്സ് ബാച്ച്, കാരണം എക്സാമുകളൊക്കെ കഴിഞ്ഞപ്പം പിന്നെ അതങ്ങനെ ആയി പോയിട്ടുണ്ട്. അപ്പം പ്രധാനപ്പെട്ട വരാൻ പോകുന്ന 2026
ഒരു ഓഗസ്റ്റ് മാസത്തിന് ശേഷം അല്ലെങ്കിൽ ജൂൺ ജൂലൈ ആ സമയത്തുള്ള പ്രിലിംസ്, ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മറ്റ് ബിവറേജുകളുടെ VFA ഡിഗ്രി ലെവൽ മെയിൻ എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് യൂസ്ഫുൾ ആവും. ഏകദേശം ഒരു 6 മാസം ആകുമ്പോഴേക്കും PDF കിട്ടും. എന്ന് വെച്ചാൽ PDF കിട്ടുന്ന ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ടാവും. അതുപോലെ PDF ഇങ്ങനെ തരുന്ന പരിപാടിയല്ല. നിങ്ങൾ ഇപ്പോൾ കണ്ട പോലുള്ള PDF-കൾ, നമ്മുടെ സ്വന്തം PDF-കൾ, അത് റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് പോവുക ചെയ്യാം. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. 2024 JC ഡാനിയൽ പുരസ്കാരം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പുരസ്കാരം. JC ഡാനിയൽ പുരസ്കാരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ശാരദാമ്മയെ വരണം. ശാരദാമ്മ എന്ന് കേട്ടാല് മലയാളികളുടെ പ്രിയപ്പെട്ട നായിക ശാരദ. മേഡത്തിനാണ് 2024 അപ്പൊ 25-26 ഈ അവാർഡ് എന്ന് നിങ്ങൾ ചിന്തിക്കും. JC ഡാനിയൽ പുരസ്കാരമൊക്കെ 2 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് കിട്ടുക. അപ്പൊ അത് അങ്ങനെ വർഷം വെച്ച് പഠിക്കുക. 24 പുരസ്കാരമാണ്. ആദ്യമായിട്ട് നൽകുന്നത് 1992 ശ്രദ്ധിക്കണേ. ഹരിവരാസനം പുരസ്കാരം 2012 എന്നാൽ JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി നൽകുന്നത് 1992 കിട്ടിയത് TE വാസുദേവനാണ്. 2022 ഷാജി എൻ കരുണിന് 23 2022 TV ചന്ദ്രനുമാണ്. TV ചന്ദ്രൻ 23 ഷാജി എൻ കരുൺ. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം എന്തും ചോദിക്കാം. 22 TV, 23 ഷാജി, 24 ശാരദ കേട്ടോ. TV ഷാജി ശാരദ, TV ഷാജി ശാരദ കിട്ടും. അപ്പൊ അത് 3 വർഷം, അതിനപ്പുറം ഒന്നും ചോദിക്കില്ല. JC ഡാനിയൽ പുരസ്കാരം. മലയാള സിനിമയിലെ ദുഃഖപുത്രി എന്ന് പേര് ചാർത്തി കൊടുത്ത ഒരു നായികയായിരുന്നു. മേഡത്തിന്റെ ആദ്യത്തെ മലയാള സിനിമ ഇണപ്രാവുകളാണ് കേട്ടോ. ഒരുപാട് സിനിമയിൽ ഇണക്കുരുവികളൊക്കെ ആയിട്ട് നായകന്റെ കൂടെ അഭിനയിച്ച നടിയാണ്. അപ്പൊ ഇണപ്രാവുകളായിരുന്നു ആദ്യ സിനിമ. ശാരദയ്ക്ക് ഉർവശി അവാർഡ് അഥവാ ദേശീയ പുരസ്കാരം ലഭിച്ചത് 3 തവണയാണ്. അത് 3 നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ആദ്യം കിട്ടുന്നത് തുലാഭാരം, വിൻസെന്റിന്റെ സംവിധാനത്തിലുള്ള തുലാഭാരമാണ് ആദ്യമായിട്ട് 1968 ഇവർക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നു. പിന്നീട് നോക്കൂ, 4 വർഷത്തിന് ഇപ്പുറം 68 തുലാഭാരം, 72 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സ്വയംവരം തുലാഭാരം, സ്വയംവരം 72. പിന്നീട് വീണ്ടും 5 വർഷത്തിനിപ്പുറം, ആദ്യം 4 വർഷം കഴിഞ്ഞാൽ പിന്നെ 5 വർഷം, 77 നിമഞ്ജനം എന്ന് പറയുന്ന തെലുങ്ക് സിനിമ കേട്ടോ. തെലുങ്ക് സിനിമ. ഇവര് ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് എന്ന് കേൾക്കുമ്പോൾ തെന്നാലി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നും ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു 96 മുതൽ 98 വരെ എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരമാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം. ബഷീർ സ്മാരക പുരസ്കാരം 18ാമതാണ്. കൂട്ടുകാരെ, ഇത് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവുക ഹരീഷ്. പക്ഷെ ഇതിന്റെ അവാർഡ് 2026 ജനുവരിയിലാണ് കൊടുത്തത്. പട്ടുനൂൽ പുഴു എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം. ഹരീഷിന്റെ പട്ടുനൂൽ പുഴു. കൃത്യമായിട്ട് പഠിച്ചേ. ഹരീഷിന്റെ ഏത് കൃതി? പട്ടുനൂൽ പുഴു. പട്ടുനൂൽ പുഴു. ബഷീർ, ഹരീഷ്, പട്ടുനൂൽ പുഴു. ഹരീഷിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും റീസെന്റ് PSC ചോദിച്ചതും പ്രധാനപ്പെട്ടതുമായ 3 കൃതികൾ. ഒന്ന് അദ്ദേഹത്തിന്റെ മീശ, വയലാർ അവാർഡ് കിട്ടിയ കൃതിയാണ് മീശ, നിങ്ങൾക്കറിയാം. ഹരീഷിന്റെ മീശ. മറ്റൊന്ന് ഓഗസ്റ്റ് 17 എന്ന കൃതി ഹരീഷിന്റെ ആണ്. അപ്പൻ എന്ന കൃതി ഹരീഷിന്റെ ആണ്. അപ്പൻ, മീശ, ഓഗസ്റ്റ് 17 പട്ടുനൂൽ പുഴു. വേണമെങ്കിൽ ഒരു കണക്ഷൻ കൊണ്ടുവരാം അല്ലെ. അപ്പൻ മീശ പിരിച്ചുകൊണ്ട് ഓഗസ്റ്റ് 17 പട്ടുനൂൽ പുഴുവിനെ പിടിച്ചു. അപ്പൻ മീശ പിരിച്ചുകൊണ്ട് ഓഗസ്റ്റ് 17 സ്വാതന്ത്ര്യം കിട്ടി 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പട്ടുനൂൽ പുഴുവിനെ പിടിച്ചു അല്ലെ. ഹരീഷ്. അപ്പോൾ പിള്ളേരെ, അടുത്തൊരു പോയിന്റ്, 2026 നമ്മളിപ്പോ ലേറ്റസ്റ്റ് അവാർഡ് കൊടുത്തത്. അത് 18ാമതാണ്. അങ്ങനെയാണെങ്കിൽ 17ാമത് ബഷീർ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണെന്ന കൃതിക്ക് PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റേ പുരസ്കാരം കിട്ടിയത്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റേ പുരസ്കാരം കിട്ടിയത് TV ചന്ദ്രൻ. നേരത്തെ പറഞ്ഞ 2022 JC ഡാനിയൽ പുരസ്കാരം കിട്ടിയ TV ചന്ദ്രയുടെ സംവിധായകനാണ്. അദ്ദേഹത്തിന് ഇത് കിട്ടുന്നു. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റേ പുരസ്കാരം നോട്ട് ചെയ്ത് പഠിക്കുക. ഒരുപാട് പുരസ്കാരങ്ങളായി. അപ്പൊ ആ ഒരു കണക്ഷൻ കിട്ടിയ സത്യജിത് റേയും JC ഡാനിയലും. 2026 നൃത്ത കലാനിധി പുരസ്കാരത്തിന് അർഹയായത്. 2026 നൃത്ത കലാനിധി ഡാൻസർ ആയിരിക്കുമല്ലോ.
നൃത്ത കലാനിധി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടത് ഊർമിള സത്യനാരായണൻ. മാഡത്തിന്റെ പേരൊന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. 2026 നൃത്ത കലാനിധി പുരസ്കാരം കിട്ടിയത് ഊർമിള സത്യനാരായണൻ. ഊർമിള സത്യനാരായണൻ ഏത് മേഖല ചോദിക്കാം? ഭരതനാട്യം കലാകാരിയാണ്. ഭരതനാട്യം കേട്ടോ. അതുപോലെ തന്നെ സംഗീത അക്കാദമിയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു അവാർഡാണ് കലാനിധി അവാർഡ്. ഇതെന്താണ്? നൃത്ത കലാനിധി അവാർഡ് ഊർമിള സത്യനാരായണനും സംഗീത കലാനിധി ഇപ്പൊ നൃത്ത കലാനിധി ഞാൻ റൗണ്ട് ചെയ്ത് വെക്കാം. നൃത്ത കലാനിധി ഊർമിള സത്യനാരായണൻ. സംഗീത കലാനിധി പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? RK ശ്രീറാം കുമാർ. പേര് ശ്രദ്ധിക്കണേ. ആർക്കാന്ന് ചോദിക്കുമ്പോൾ RK ശ്രീറാം കുമാർ. പേര് ശ്രദ്ധിക്കണം. നേരത്തെ ശ്രീകുമാർ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? MT യെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? അവിടെ ശ്രീകുമാരനായ MT എന്നാ പറഞ്ഞത്. അത് മറക്കണ്ട. എവിടെ പോയി? ഫെഡറൽ ബാങ്കിൽ പോയി. ശ്രീകുമാരനായ MT ഫെഡറൽ ബാങ്കിൽ പോയി. ശ്രീകുമാർ. ഇതെന്താ പേര്? ശ്രദ്ധിക്കണേ. RK ഇനീഷ്യലാണ്. ശ്രീറാം കുമാർ. ശ്രീകുമാർ ഫെഡറൽ ബാങ്ക് പുരസ്കാരമാണെങ്കിൽ ശ്രീറാം കുമാർ സംഗീത കലാനിധി. ഇദ്ദേഹം ഏത് മേഖലയാണ് പിള്ളേരെ? വയലിനിസ്റ്റ്. തിരുവിഴ ജയശങ്കർ ഏതാണ്? നാഗസ്വരം. വയലിനിസ്റ്റ് RK ശ്രീറാം കുമാർ. വയലിനിസ്റ്റ് ഭരതനാട്യം ഊർമിള സത്യനാരായണൻ. അല്ലെ? ഊർമിള സത്യനാരായണൻ. ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കണേ. 2026 അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ വേർ ദി ഫോറസ്റ്റ് മീറ്റ്സ് ദി സീ എന്ന ഫിലിം വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ സിനിമ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. 2026 അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ വേർ ദി ഫോറസ്റ്റ് മീറ്റ്സ് ദി സീ എന്ന ഫിലിം വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് ബ്രഹ്മയുഗം. ബ്രഹ്മയുഗത്തിന്റെ സംവിധായകന്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ചോദ്യം പ്രതീക്ഷിക്കാം. രാഹുൽ സദാശിവന്റെ സിനിമയാണ് ബ്രഹ്മയുഗം. അല്ലെ? മമ്മൂട്ടി ഇങ്ങനെ തകർത്തഭിനയിച്ച കുട്ടുമൺ പോറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാരക്ടർ. അല്ലെ? ആ സിനിമ ഓസ്കാറിന്റെ അക്കാദമിയിൽ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്ന ദിവസം ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ്. ഓൾറെഡി ഇത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ജനുവരി മാസത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ അക്കാദമി, അതായത് ലോസ് ഏഞ്ചലസിലെ വിഖ്യാതമായ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടതോടെ ആദ്യത്തെ സിനിമയാട്ടോ. അങ്ങനെയുള്ള ഒരു മലയാളത്തിന്റെ, നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഉദ്ദേശിച്ചിട്ടോ, മലയാളത്തിന്റെ മമ്മൂട്ടിയെ അഭിനയിച്ച ബ്രഹ്മയുഗം ആഗോള സിനിമാ ഭൂപടത്തിൽ ഒരു ചരിത്രമായി മാറി എന്ന് പറയണം. മമ്മൂട്ടിയുടെ പേരൊക്കെ അവിടെ അവതാരിക ഇത് സിനിമ പ്രദർശിപ്പിക്കുന്ന മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത കണ്ടവർക്ക് അത് ഓർമ്മയുണ്ടാവും. നോട്ട് ചെയ്ത് വെക്കുക. ബ്രഹ്മയുഗം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ബ്രഹ്മയുഗം 4 അവാർഡുകൾ നേടിയിരുന്നു. അപ്പോ നിങ്ങൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പഠിക്കണം. 2025 ചലച്ചിത്ര പുരസ്കാരം നല്ല ഗംഭീരമായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കാണണമെങ്കിൽ നമ്മുടെ സ്ട്രൈക്കർ കോച്ചിങ് എന്ന സെക്കൻഡ് ചാനലിൽ പോവുക. നമ്മുടെ ഈ ചാനൽ ഞാനത് ഭാവിയിൽ ഒരിക്കൽ കൂടി അപ്ലോഡ് ചെയ്യും. നിങ്ങളത് ഇപ്പൊ തന്നെ കാണുക പറ്റുന്നവര്. 2 ചോദ്യം ഞാൻ ചോദിക്കും. അത് കിട്ടുന്നവരാണെങ്കിൽ കാണണം എന്നില്ല. ഓക്കെ. 2 ചോദ്യം സ്ക്രീനിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, 2025 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടി ആരായിരുന്നു? മികച്ച നടി. ഫോട്ടോ കണ്ടാൽ ഒരു പക്ഷേ പേര് കിട്ടില്ല. ഈ സ്ക്രീനിൽ മാഡത്തിന്റെ ഫോട്ടോ ഉണ്ട്. മികച്ച സംവിധായകൻ ആരാണ്? ഡയറക്ടർ. മികച്ച സംവിധായകൻ ഈ പറഞ്ഞ ബ്രഹ്മയുഗത്തിന്റെ ആണോ, പ്രേമലുവിന്റെ ആണോ, മഞ്ഞുമ്മൽ ബോയ്സിന്റെ ആണോ, ഇനി വേറെ ഏത് സിനിമയുടേതാണോ അറിയില്ല. ഫെമിനിച്ചി ഫാത്തിമയൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. മികച്ച നടിയും മികച്ച സംവിധായകനും എല്ലാവരും കമന്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അടുത്ത പാർട്ടിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. കറണ്ട് അഫയേഴ്സ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടെലഗ്രാം ചാനൽ കമന്റ് ഉണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫോളോ ചെയ്യുക. പിള്ളേരെ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.